എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 11 തീയതിയും തുറന്നുള്ള ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പഴയതുപോലെ ഭൂമി വിൽക്കാനും വാങ്ങാനും പറ്റില്ല എന്ന് കഴിഞ്ഞ ഭൂമി സംബന്ധിച്ച വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്ന ആ സാഹചര്യത്തിൽ കേരളത്തിൽ ഭൂമി വിൽക്കാനും വാങ്ങാനും പുതിയ നടപടിക്രമം സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു. ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങാനും വിൽക്കാനും എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷ നൽകണം. ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്നും പുതിയ ഉടമസ്ഥനിലേക്ക് പോക്കുവരവ് നടത്തുന്ന രീതിയിലുള്ള സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. ഭൂമിയുടെ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കാനാകൂ. ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസം അനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല. സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഭൂനികുതി അടച്ച രസീറ്റിൽ കരം അടച്ചതിനുള്ള രേഖ മാത്രം എന്നും ഇനി മുതൽ രേഖപ്പെടുത്തും. ഇത് ഉൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടക്കാനും ഭൂമി കൈമാറാനും ഉള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബോക്സ് ടാക്സ് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയായിരിക്കും. ഇതിന് മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി രസീറ്റ് അനുവദിക്കും. ഓൺലൈനായി ലഭിക്കുന്ന നികുതി രസീറ്റിൽ പഴയതും പുതിയതുമായ സർവേ അല്ലെങ്കിൽ റീ സർവേ നമ്പറുകൾ ഉണ്ടാകും എന്നതിനാൽ ഉടമസ്ഥനും ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റു കക്ഷികൾക്കും പരിശോധിക്കാനും സാധിക്കുന്നതാണ്. കേരളത്തിന്റെ ഡിജിറ്റൽ സർവേ പദ്ധതിയായ എന്റെ ഭൂമി രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ് എന്നും മികവുറ്റ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏകീകൃത പോർട്ടലിലൂടെ ഡിജിറ്റൽ ലാൻഡ് സർവേ സാധ്യമാക്കുന്നതിൽ കേരളം മുൻപന്തിയിലാണ് എന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഡിജിറ്റൽ വിനിയോഗത്തിലൂടെ സാമൂഹ്യ വികസനം, സാമ്പത്തിക വളർച്ച, ഭൂമി തർക്കങ്ങളുടെ പരിഹാരം, തദ്ദേശ തലത്തിലുള്ള സമഗ്ര വികസനം എന്നിവ എളുപ്പത്തിൽ നടപ്പിലാക്കാനാകും. കേരള സംസ്ഥാന സർവേ ഡയറക്ടറേറ്റ് പുതുച്ചേരി സർവേ ഉദ്യോഗസ്ഥർക്കായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2021 ആരംഭിച്ച ഡിജിറ്റൽ സർവേ പദ്ധതി പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നും കൃത്യമായ സർവേ പ്രക്രിയ ഉറപ്പുവരുത്തുന്നതിനായി 28 കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റിംഗ് റഫറൻസ് സ്റ്റേഷനുകൾ, റിയൽ ടൈം കൈനമാറ്റിക് സംവിധാനങ്ങൾ, 200 റോബോട്ടിക്കൽ ടോട്ടൽ സ്റ്റേഷനുകൾ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങളും സോഫ്റ്റ്വെയർ അധിഷ്ഠിത ഓൺസൈറ്റ് ഡാറ്റ പ്രോസസിംഗ് സംവിധാനങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സർവേ ഡയറക്ടറേറ്റിൽ കേന്ദ്രീകൃത മോണിറ്ററിംഗ് കൺട്രോൾ സെല്ലുമുണ്ട്. ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി, തമിഴ്നാട് തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ സർവേ മോണിറ്റർ സംവിധാനങ്ങൾ പഠിക്കാനും സ്വീകരിക്കാനും താൽപര്യം പ്രകടിപ്പിച്ചത് സന്തോഷകരമാണ് എന്നും റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നതിനുള്ള നിരക്ക് റിസർവ് ബാങ്ക് വർദ്ധിപ്പിച്ചു. ബാങ്കുകളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് റിസർവ് ബാങ്ക് ഇത് അനുവദിച്ചത്. മെയ് 1 തീയതി മുതൽ ഇത് നടപ്പിലായി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഓരോ മാസവും അനുവദിച്ചിട്ടുള്ള സൗജന്യ ഇടപാടുകൾക്ക് ശേഷം 21 രൂപ നമ്മുടെ ഓരോ ഇടപാടിനും ചാർജായി ഈടാക്കിയിരുന്നു. ഇടപാടുകൾ എന്ന് പറയുന്നത് ATM വഴി പണം പിൻവലിക്കൽ മാത്രമല്ല, മിനി സ്റ്റേറ്റ്മെന്റ് എടുക്കൽ, ബാലൻസ് ചെക്ക് ചെയ്യൽ ഇവയെല്ലാം ഇടപാടുകളായി കണക്കാക്കും. ബാങ്കിന്റെ ATM-ൽ നിന്നും പണം പിൻവലിക്കുന്നത് 5 എണ്ണം സൗജന്യമാണ്. ഇതര ബാങ്കുകളുടേത് 3 എണ്ണവും സൗജന്യമാണ്. ഇതിനു ശേഷമുള്ള ഇടപാടുകൾക്കാണ് 21 രൂപ ഈടാക്കിയിരുന്നത്. അത് ഇനി മുതൽ 23 രൂപ നൽകേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, രാജ്യത്തെ ATM കൗണ്ടറുകളിൽ നിന്നും ഇനി 100, 200 രൂപ നോട്ടുകൾ ലഭിക്കും. പല സമയങ്ങളിലും നമ്മൾ പണം പിൻവലിക്കുന്ന സമയത്ത് 500 രൂപ നോട്ടുകൾ തന്നെയാണ് ലഭിക്കാറുള്ളത്. ചില്ലറ ഒരു വലിയ പ്രശ്നമാണ്. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള 200, 100 രൂപ നോട്ടുകൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെ വലിയ പ്രയാസങ്ങളാണ് ജനങ്ങൾ നേരിട്ടിരുന്നത്. എന്നാൽ ഇതിന് പരിഹാരമായി RBIയുടെ പുതിയ ഉത്തരവ് വന്നിരിക്കുകയാണ്.
രാജ്യത്തെ 70% ബാങ്കുകളുടെയും അതുപോലെ തന്നെ വൈറ്റ് ലേബൽ കമ്പനികളുടെയും ATMൽ 2025 സെപ്റ്റംബർ 30-നകവും 90% ATMകളിൽ 2026 മാർച്ച് 31-നകവും 100 രൂപ 200 രൂപ നോട്ടുകൾ എല്ലാ സമയത്തും ലഭ്യമാകണമെന്നും RBIയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇനി മുതൽ ATMകളിൽ നിന്നും 100 രൂപ 200 രൂപ നോട്ടുകൾ കൂടി ലഭിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ കാർഡ് ഉള്ളവർക്ക് സൗജന്യ ഇന്റർനെറ്റ് ലഭിക്കുന്ന K-Phone പദ്ധതിയിലേക്ക് സൗജന്യത്തിന് വേണ്ടിയിട്ട് BPL റേഷൻ കാർഡ് ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. BPL AAY റേഷൻ കാർഡ് ഉള്ളവർക്കാണ് സൗജന്യമായിട്ട് ഇന്റർനെറ്റ് ലഭിക്കുക. ഓൺലൈനായി അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷ സമർപ്പിക്കാം. സ്വന്തമായി അപേക്ഷിക്കുന്നതിനുള്ള ലിങ്ക് കമന്റ് ബോക്സിൽ നൽകിയേക്കാം. 90 61 60 44 66 എന്ന വാട്സപ്പ് നമ്പറിൽ K-Phone BPL എന്ന് വാട്സപ്പ് സന്ദേശം അയച്ചുകൊണ്ട് തുടർ നടപടികളിലൂടെ ഇതിന്റെ അപേക്ഷകൾ പൂർത്തീകരിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും നൽകുന്നുണ്ട്. ആദ്യം അപേക്ഷിക്കുന്നവർക്കും K-Phone നിലവിൽ കണക്ഷൻ ആയിട്ടുള്ള പ്രദേശങ്ങളിലെ അപേക്ഷകൾക്കും മുൻഗണന ലഭിക്കുന്നതാണ്. മാസം 1000 GB ഇന്റർനെറ്റ് ആണ് 20 Mbps സ്പീഡിൽ സൗജന്യമായിട്ട് ലഭിക്കുക. വിവിധ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. വിവിധ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം വില്ലേജ് ഓഫീസിൽ നിന്നും വെരിഫിക്കേഷൻ നടപടികൾക്ക് ശേഷം തുക അനുവദിക്കുന്നതാണ്. നൽകിയ ആളുടെ ഫോൺ നമ്പറിലേക്ക് അപേക്ഷയുമായി ബന്ധപ്പെട്ട ട്രാക്കിംഗ് വിവരങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതുമാണ്. എല്ലാ മാസവുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക അനുവദിക്കുന്നത്. അപേക്ഷകൾ അർഹമാണ് എങ്കിൽ നിങ്ങൾക്കും ആ ഒരു തുക ലഭിക്കുന്നതാണ്. അപേക്ഷ കൊടുക്കുന്ന ഗുണഭോക്താവ് മൊബൈൽ നമ്പർ കൃത്യമായിട്ട് നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മെയ് മാസത്തിൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട്. മെയ് 15 ശേഷം വിതരണ നടപടികൾ ആരംഭിക്കും. 3 മാസത്തെ കുടിശ്ശികയുള്ളതിൽ 1 മാസത്തെ കുടിശ്ശികയും മെയ് മാസത്തെ ഒരു ഗഡു കൂടി ചേർത്ത് 2 മാസത്തെ തുക 3200 രൂപയാണ് 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാവർക്കും എത്തിച്ചേരുക. വിതരണ നടപടികൾ 15 ശേഷം ആരംഭിക്കും എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത്. 20-ാം തീയതി കടമെടുപ്പുണ്ട്. അതിനുശേഷമായിരിക്കും തുക വിതരണം നടക്കുക. 6.46 ലക്ഷം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് കൈയിലേക്കും ആ ഒരു തുക എത്തിച്ചേരുന്നതാണ്. മെയ് 31 കൂടി എല്ലാവർക്കും ഈ ഒരു തുക എത്തുന്ന രൂപത്തിലുള്ള വിതരണം ഉണ്ടാകും. 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ തുടരുകയാണ്. അക്ഷയ CSC ഓൺലൈൻ കേന്ദ്രങ്ങളിലൂടെ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് 5 ലക്ഷം രൂപയുടെ ചികിത്സ APL BPL വ്യത്യാസമില്ലാതെ യാതൊരുവിധ മുൻഗണനാ മാനദണ്ഡങ്ങൾ വ്യത്യാസമില്ലാതെ ലഭിക്കുന്നതാണ്. 70 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആധാർ കാർഡാണ് ആവശ്യമായിട്ടുള്ള രേഖ. ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ്, റേഷൻ കാർഡിന്റെ കോപ്പിയും ഒപ്പം വേണം. ഇതിനു വേണ്ടിയിട്ട് എല്ലാ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളും അപേക്ഷ സമർപ്പിക്കുക. 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ വീട്ടിലുള്ളവർ ഈ കാര്യം ശ്രദ്ധിക്കുക. നിലവിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള കുടുംബങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ വീട്ടിൽ മുതിർന്ന പൗരന്മാർ 70 വയസ്സ് കഴിഞ്ഞവർ ഉണ്ട് എങ്കിൽ ആദ്യം ലഭിക്കുന്ന 5 ലക്ഷത്തിന് പുറമെ മുതിർന്ന പൗരന്മാർക്ക് 5 ലക്ഷം രൂപ സഹായം ലഭിക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നടപടികൾ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും 3 മാസമായിട്ട് നടന്നു വരികയാണ്. ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവരും കാർഡ് എടുത്തിട്ടില്ലാത്തവരും ഉടനെ അപേക്ഷ സമർപ്പിക്കുക. നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ട് 500 രൂപയുടെ കള്ളനോട്ടുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യഥാർത്ഥ നോട്ടുകളുമായിട്ട് വലിയ സാമ്യമാണ് ഈ കള്ളനോട്ടുകൾക്ക് ഉള്ളത്. ഇതിൽ ചെറിയൊരു വ്യത്യാസം കണ്ടിട്ടുള്ളത് റിസർവ് ബാങ്ക് എന്നിടത്ത് ഇക്ക് പകരം A ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിവിധ വകുപ്പുകൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഇത് സംബന്ധിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ